നമസ്കാരം. നരേന്ദ്രമോദിയുടെ ഇത്തവണത്തെ കേരള സന്ദർശനം, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി മോദി ഇപ്പോൾ നടത്തിയ കേരള സന്ദർശനവും വലിയ രാഷ്ട്രീയ ചോദ്യങ്ങളാണ് ഉയർത്തിവിട്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും എൻ എസ് എസിൻ്റെ ആസ്ഥാനത്തെ ചങ്ങനാശ്ശേരിയിലെ എൻ എസ് എസിൻ്റെ ആസ്ഥാനത്ത് തൊട്ടു മുന്നിൽ വെച്ചുകൊണ്ടാണ് മോദിയുടെ അവിടുത്തെ റോഡ് ഷോ ആരംഭിക്കുന്നത്. വലിയ രാഷ്ട്രീയ ചോദ്യങ്ങൾക്കാണ് ഇത് തുടക്കം കുറിച്ചിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാൻ പറ്റും. എന്താണ് ഇതിൻ്റെ പിന്നിലെ ലക്ഷ്യമെന്ന് ഇനി വരും നാളുകളിൽ മാത്രമേ നമുക്ക് ബോധ്യമാകുകയുള്ളൂ. പക്ഷേ മോദി അവിടെ കാലുകുത്തിയിട്ടുണ്ട് എങ്കിൽ അതെന്തോ ഒന്നിൻ്റെ സൂചനയാണ് എന്നുള്ളതാണ്. കേരളത്തിലെ വളരെ വലിയ ട്രാക്ക് റെക്കോർഡുള്ള നേതാക്കളടക്കം മോദി എന്തെങ്കിലും മിണ്ടിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കിയെടുക്കുവാൻ പോകുന്ന നേതാവാണ് എന്ന് പലതവണ ആവർത്തിച്ചിട്ടുണ്ട്. മോദി ത്രിപുര പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ആരും തന്നെ വലിയ മൈൻഡൊന്നും ആക്കുവാൻ തയ്യാറായില്ല. കാരണം എങ്ങനെ ത്രിപുര പിടിക്കുവാനാണ്? വലിയ നിർണായകമായ ശക്തിയൊന്നും BJP ആ സമയത്ത് ത്രിപുരയിൽ ആയിട്ടില്ല. പക്ഷേ അത് സത്യമാക്കി മാറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പാർട്ടിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മോദി ഒരു കാര്യം പറയുമ്പോൾ വളരെയധികം ശ്രദ്ധയോടുകൂടിയാണ് പ്രതിപക്ഷം കേൾക്കുന്നത്. കാരണം അത് ഉറപ്പായും നടപ്പിലാക്കിയെടുക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കും എന്ന് അവർക്ക് കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ കേരളത്തിൽ നിന്ന് KR മുരളീധരൻ ഈ കാര്യം പലതവണ മാധ്യമങ്ങൾക്ക് മുന്നേ പരസ്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. മോദിയോളം ക്രാന്തദർശിയായ ഒരു നേതാവ് ഇന്ന് ഇന്ത്യയിൽ ഇല്ല എന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. മോദി NSSൻ്റെ ആസ്ഥാനത്തും തൊട്ടു മുന്നിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ ആരംഭിച്ചിട്ടുണ്ട് എങ്കിൽ വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ സന്ദേശം തന്നെയാണ് അദ്ദേഹം പകർന്നു നൽകുന്നത്. കേവലം കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം NSSൻ്റെ മുന്നിൽ മുട്ടുവിറയ്ക്കുന്നത് പോലെ മോദിക്ക് അങ്ങനെ മുട്ടുവിറയ്ക്കുവാൻ ആകില്ല. അദ്ദേഹം എന്തോ കണക്ക് കൂട്ടിയിട്ടുണ്ട്. ഇത്തരമൊരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രധാനമായിട്ടും ആറാം തമ്പുരാനിലെ ഒരു ഡയലോഗാണ് ഓർമ്മ വരുന്നത്. കുളപ്പുള്ളി അപ്പനും ജഗന്നാഥനും തമ്മിലുള്ള റോഡരികിൽ വെച്ചിട്ടുള്ള ഒരു സംഭാഷണം. ആ സംഭാഷണത്തിൻ്റെ അവസാനം നരേന്ദ്രപ്രസാദിൻ്റെ കുളപ്പുള്ളി അപ്പൻ പറയുന്ന ഒരു ഡയലോഗുണ്ട്. ഇവനെ സൂക്ഷിക്കണം, അവൻ്റെ കണ്ണിൽ തീക്ഷ്ണതയോടെ എന്തോ കത്തുന്നു, വാക്കിന് സൂചിമുനയുടെ മൂർച്ച, പിഴയ്ക്കാത്ത ചുവടുകളുമായി അവൻ ഈ മണ്ണിൽ കാലുകുത്തിയത് ഒരു വെറും യാത്രയല്ല, എന്തോ എവിടെയോ ഒരുങ്ങുന്നുണ്ട് എന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ കുളപ്പുള്ളി അപ്പൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആയിരിക്കണം ചിലപ്പോൾ ഇപ്പോൾ സുകുമാരൻ നായരുടെ മനസ്സിൽ മുഴങ്ങിക്കേൾക്കുന്നതും. കാരണം അത്ര വളരെ കൃത്യമായ ഒരു സ്ട്രാറ്റജി ആയിരിക്കും പല കാര്യങ്ങളിലും മോദി എടുത്ത് നടപ്പിലാക്കുവാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി വിജയിക്കുവാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി തന്നെയാണ് എന്ന് മോദി പലതവണ തെളിയിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് നരേന്ദ്രമോദി. അദ്ദേഹത്തിൻ്റെ ആ ഒരു നിലപാട്, അദ്ദേഹം അവിടെ കാലുകുത്തിയിട്ടുണ്ട് എങ്കിൽ പൊതുവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് NSSൻ്റെ ആസ്ഥാനത്ത് നിർണായകമായ മാറ്റങ്ങൾ നടക്കാൻ പോകുന്നു എന്ന് തന്നെയാണ്. മനമുയർത്തിയ ആ മഹാപ്രസ്ഥാനത്തെക്കുറിച്ച് ഇന്ന് പല തരത്തിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നു കേൾക്കുന്നത്. അതായത് NSS ഇപ്പോൾ ശരിയായ ഒരു രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്. NSS നേതൃത്വത്തിനെതിരെ വളരെ ചരിത്രത്തിലില്ലാത്തവണ്ണം ഒരുപാട് കരയോഗങ്ങളിൽ നിന്നാണ് പ്രമേയങ്ങൾ പാസ്സാക്കുന്നത്. അങ്ങനെ സുകുമാരൻ നായരെക്കുറിച്ച് പൊതുവിൽ വലിയ വിമർശനമാണ് NSSനകത്ത് ഉള്ളത് എന്നുള്ളത്. NSS പോലുള്ളൊരു മഹാപ്രസ്ഥാനം ഒരു കാലത്ത് അവർണ്ണന് വഴി നടക്കുവാൻ വേണ്ടി സവർണജാഥ നടത്തിയ പ്രസ്ഥാനം. 1900 നവംബർ 1 തുടങ്ങി 12 അവസാനിക്കുന്ന വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള സവർണജാഥ കേരളത്തിൻ്റെ ചരിത്രത്തിന്, കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിന് ഒരിക്കലും മറക്കുവാൻ പറ്റുന്ന ഒന്നല്ല. പിന്നീട് വിമോചന സമരത്തിലൂടെയും കേരളം കണ്ട നിർണായകമായ സമരമുറകളിലൂടെയും കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ ഒരു തനതായ സ്ഥാനം, വളരെ കൃത്യമായ ഒരു സ്ഥാനം NSSന് ഉണ്ടായിരുന്നു. NSSൻ്റെ വാക്കുകൾക്ക് അത്രയേറെ ശക്തി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഈ ഒരു സമയമെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ താൻ പോരുമയുടെയും വെറും നേതൃത്വത്തിൽ താനാണ് വലുത് എന്നുള്ളത് കാണിക്കുവാൻ വേണ്ടിയിട്ടുള്ള ചില നീക്കുപോക്കലുകളാണ് നടത്തുന്നത് എന്നുള്ളതാണ്. വളരെ കൃത്യമായ ഒരു ഹൈന്ദവ വീക്ഷണമുള്ള പ്രസ്ഥാനമായിരുന്നു NSS. ഇപ്പോൾ അത്തരത്തിൽ അല്ല എന്നുള്ള വലിയ വിമർശനമാണ് കരയോഗങ്ങളിൽ നിന്നടക്കം, അല്ലെങ്കിൽ കേരളത്തിൻ്റെ പൊതുമണ്ഡലങ്ങളിൽ നിന്ന് അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഉയരുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന ഒരു വിവരം. അത്തരത്തിലൊരു വലിയ കാഴ്ചപ്പാട് സുകുമാരൻ നായർക്കില്ല. മന്നത്തെ അദ്ദേഹത്തിന് അറിയാമോ എന്ന് പോലും പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു മൂല്യബോധം NSSൻ്റെ മൂല്യബോധവുമായിട്ട് ചേർന്ന് നിൽക്കുന്നതല്ല. അത് വ്യക്തിപരമായ നേട്ടങ്ങൾക്കും വ്യക്തിപരമായി താൻ ആരൊക്കെയാണ് എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് എന്നൊക്കെയാണ്
പൊതുവിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ചില അഭിപ്രായങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. എന്നാലും മോദിയുടെ ഈ സന്ദർശനം ഒരു വെറും വരവല്ല എന്ന് ഇതിലൂടെ അദ്ദേഹം ബോധ്യമാക്കിയിരിക്കുകയാണെങ്കിൽ, ഒരുപക്ഷെ തിരുത്തിയില്ല എങ്കിൽ തീർച്ചയായും NSSൻ്റെ ആസ്ഥാനത്ത് നിർണായകമായ മാറ്റങ്ങൾക്ക് പോലും അത് കാരണമാകും എന്ന് തന്നെയാണ് ഉള്ള സൂചന. ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കമുള്ള വിഷയങ്ങൾ നടക്കുമ്പോൾ തീർച്ചയായിട്ടും വലിയ ഒരു മൗനമാണ് NSSനുള്ളത്. നേരത്തെ ശബരിമല യുവതീ പ്രവേശനത്തിൻ്റെ സമയത്തൊക്കെ NSS വളരെ ചടുലമായ നീക്കങ്ങളാണ് നടത്തിയത് എങ്കിൽ, ശബരിമലയിൽ ഇത്ര വലിയൊരു കൊള്ള നടന്നതിന് ശേഷം ഒരു വിനീത വിധേയൻ്റെ കുപ്പായം അണിഞ്ഞുകൊണ്ട് നിൽക്കുവാനാണ് സുകുമാരൻ നായർ ശ്രമിച്ചത്. അത് ഒരിക്കലും NSSന് യോജിച്ച ഒരു സമീപനമേ അല്ല. വളരെ കൃത്യമായ ശക്തമായ അഭിപ്രായം പറയേണ്ടതാണ്. കാരണം ഹിന്ദുവിൻ്റെ വളരെ വലിയ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്, ലോകത്തിലാകമാനമുള്ള ഹിന്ദുവിൻ്റെ അഭയ കേന്ദ്രമാണ് ശബരിമല. ആ ശബരിമലയിലാണ് ഇത്ര വലിയ രീതിയിലുള്ള ഒരു സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നത്. അതിന് ക്ഷമിക്കുവാൻ, അതിനെ കുറിച്ച് ഓർക്കുമ്പോൾ കണ്ണീർ വീഴ്ത്താത്ത ഒരു ഹിന്ദുവും ഉണ്ടാകില്ല. വലിയ വിമർശനമാണ്, വലിയ പ്രതിഷേധമാണ് അതിൽ ഹിന്ദുവിനുള്ളത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് പോലും NSS ഒരു നിർണായകമായ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുന്നില്ല എങ്കിൽ അത് തികച്ചും ഒരു വിധേയപ്പെടുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത്. എന്തായാലും അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ വിമർശനങ്ങൾ ഇനിയും വരേണ്ടതുണ്ട്. എന്തായാലും ഇത്തരത്തിലാണ് ഇപ്പോഴത്തെ NSSനെതിരെയുള്ള ഒരു ചിന്തയിലൂടെ ഹിന്ദു പോകുന്നത്, അല്ലെങ്കിൽ നായർ സർവീസ് സൊസൈറ്റിയിലെ അംഗങ്ങൾ തന്നെ പോകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുത. അതേസമയം കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തയ്യാറെടുക്കൽ അതിവേഗം പുരോഗമിക്കുകയാണ്. ചൂടിനെയും അവഗണിച്ചുകൊണ്ട് സ്ഥാനാർത്ഥികൾ പര്യടനങ്ങൾ ആരംഭിച്ചു. മുമ്പില്ലാത്ത വണ്ണം കേരളത്തിൻ്റെ മണ്ഡലങ്ങളിൽ പൊതുവേ കാണുന്ന ഒരു ത്രികോണ പോരാണ്. വലിയ നിർണായകമായ ശക്തിയായി BJPയുടെ നേതൃത്വത്തിലുള്ള NDA മുന്നണി ഈ സമയം കേരളത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത. കേവലം 1-2 സീറ്റുകളിലല്ല ചുരുങ്ങുന്നത്. പ്രീ പോൾ സർവേകളടക്കം BJPക്ക് വലിയ മുൻതൂക്കമുള്ള മണ്ഡലങ്ങളുണ്ട്, ഒരുപാട് മണ്ഡലങ്ങളുണ്ട് എന്നുള്ളതാണ്. 2 അക്കത്തിലേക്ക് ആ മണ്ഡലങ്ങൾ കടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത. അങ്ങനെ നിർണായകമായ പോരിനിറങ്ങിയിരിക്കുകയാണ് BJPയും അതോടൊപ്പം തന്നെ LDFും UDFിൻ്റെയും മുന്നണികൾ. എന്തായാലും കേരളത്തിൽ പ്രചരണ ചൂട് മുറുകുന്നതോടൊപ്പം തന്നെ പോരാട്ട വീര്യവും മുറുകയാണ്. പ്രത്യേകിച്ചും തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തെ മണ്ഡലങ്ങളിലെല്ലാം തന്നെ കാണാൻ കഴിയുന്നത്, ഏകദേശം എല്ലാ മണ്ഡലങ്ങളിലും കാണാൻ കഴിയുന്നത് ത്രികോണപ്പോര് തന്നെയാണ്. പക്ഷേ അവിടെ പലപ്പോഴും BJPയാണ് അവിടുത്തെ ഒന്നാം കക്ഷി എന്ന തരത്തിലാണ് ചില സർവേകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. പ്രത്യേകിച്ചും നിയമം പോലുള്ള മണ്ഡലത്തിൽ BJP ബഹുദൂരം മുന്നിലാണ് എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ ഇന്നലെ തത്വമയി ന്യൂസ് അടക്കം നടത്തിയ സർവേകളിൽ നമുക്ക് ലഭിക്കുന്നത്. 55% പിന്തുണ രാജീവ് ചന്ദ്രശേഖറിനാണ് എന്നുള്ളതാണ് നേമത്ത്. അതോടൊപ്പം തന്നെ സെൻട്രൽ മണ്ഡലത്തിൽ വളരെ നിർണായകമായ പോരാട്ടം നടക്കുന്നുണ്ട്. വട്ടിയൂർക്കാവിലും കഴക്കൂട്ടത്തും ആറ്റിങ്ങലും അടക്കമുള്ള പ്രദേശങ്ങളിൽ, അരുവിക്കരയും നെയ്യാറ്റിൻകരയും അടക്കമുള്ള പ്രദേശങ്ങളിൽ വലിയ പോരാട്ടമാണ് നടത്തുന്നത്. പ്രത്യേകിച്ചും കാട്ടാക്കട പോലുള്ള മണ്ഡലങ്ങളിലും വളരെ ശ്രദ്ധേയമായ പോരാട്ടം തന്നെയാണ്, ത്രികോണപ്പോര് തന്നെയാണ് നടക്കുന്നത്. തിരുവനന്തപുരത്തെ മണ്ഡലങ്ങളിൽ വലിയ മുൻതൂക്കമാണ് BJPക്ക് നൽകിയിരിക്കുന്നത്. ജനം ഇപ്പോഴത്തെ ഒരു പ്രീ പോൾ സർവേയുടെയൊക്കെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ അത്തരത്തിൽ കേരളത്തിൻ്റെ പല മണ്ഡലങ്ങളിലും വളരെ നിർണായകമായ മാറ്റം തന്നെയായിരിക്കും ഇപ്പോൾ നടക്കുന്നത്. കേവലം തിരുവനന്തപുരത്തും തൃശ്ശൂരും കാസർഗോഡും മാത്രമല്ല, പല ഇടങ്ങളിലും പ്രത്യേകിച്ചും ആലപ്പുഴ പോലുള്ള ജില്ലകളിൽ തന്നെയും വലിയ മുന്നേറ്റം തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. കോഴിക്കോടൊക്കെ വലിയ മുന്നേറ്റം തന്നെയാണ് BJP നേതൃത്വവും പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടും ഇത്തരത്തിലാണ്. പക്ഷേ മറുഭാഗത്ത് UDFിൻ്റെയും LDFുമാണ് പ്രധാനമായും കേരളത്തിലെ പോരാട്ടം എന്നതിൽ തർക്കമില്ല. ഇത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ സമീപ ഭാവിയിൽ തന്നെ അധികാര ചുവടിലേക്കായിരിക്കും BJP വയ്ക്കുക എന്ന ഭയവും ഇരു മുന്നണികൾക്കുമുണ്ട്. അത്തരത്തിലാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും പോരാട്ടച്ചൂട് കനക്കുകയാണ്. വരും നാളുകളിൽ മാത്രമേ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂ. എക്സിറ്റ് പോൾ കൂടി വരുമ്പോഴാണ് നമുക്കിതിൻ്റെ ചിത്രം ഏറെക്കുറെ വ്യക്തമാകുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് ദിവസത്തിലേക്ക് കാത്തിരിക്കുകയാണ്. ഓരോ കണ്ണുകളും ആ ദിവസത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പിന്നീട് തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്കും. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം ഈ കാര്യങ്ങളെക്കുറിച്ചും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്.
സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.